ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഞാൻ കണ്ടിരിക്കുകയാണ്. ഐ റിയലി ലൈക്ക് ദിസ് മൂവി. ബട്ട് ഫുള്ളി നോക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ വേർഡിൽ പറയണ വെച്ചാൽ എനിക്കിത് ആക്ച്വലി ഒരു ഫൺ, നല്ല പടം ലൈക്ക് ആവറേജ്, എബവ് ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ, സത്യം പറഞ്ഞാലോ. കാരണം എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ഈ ഒരു ടോം ഹോളണ്ട് ട്രിലജിയിൽ തോന്നിയത് ലാസ്റ്റ് പടം, എല്ലാവരും കൂടി ഒരുമിച്ച് വന്നത്, 3 സ്പൈഡർമാൻ കൂടി ഒരുമിച്ച് വന്നത്, അത് സൂപ്പറായിരുന്നു. ബട്ട് ഈ പടം ലൈക്ക് ഇതിൽ കുറേ കാര്യങ്ങളൊന്നും സംഭവിക്കണില്ല. ഇവരുള്ള കാര്യങ്ങളൊക്കെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും മികച്ചതുള്ളത് ആക്ഷനാണ്. ദാറ്റ്സ് മൈ ഫേവറേറ്റ്. ദിസ് ഫിലിം ഇസ് ദി ആക്ഷൻ. പിന്നെ 3Dയിൽ കാണാൻ അടിപൊളിയാണ്. ലൈക്ക് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അവന്മാർ ആ ബിൽഡിങ്ങിൻ്റെ, അവൻ ഏറ്റവും മുകളിലേക്ക് കാണേണ്ട ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ 3Dയിൽ കാണുമ്പോൾ ശരിക്കും ഒരു പേടി പോലെ തോന്നുന്നു. കാരണം നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ സ്പൈഡർമാൻ ഇങ്ങനെ പോകുന്നതും പിന്നെ സ്പൈഡർമാൻ സ്വിങ് ചെയ്യുന്നതും ആ ഒരു പോർഷൻസൊക്കെ ശരിക്കും നമ്മളാണ് സ്വിങ് ചെയ്യണമെന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അവർ കുറേയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ പിന്നെ എന്ന് പറയുന്നത് പെർഫോമൻസ് ഓബിയസ്ലി എല്ലാവരും നല്ലതായിരുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ എനിക്ക് പിന്നെ നമ്മുടെ സേഡി കൊള്ളാം. സേഡി വെരി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് നല്ല പെർഫോമൻസ് ഉണ്ട് സേഡിക്ക്. നല്ല അടിപൊളി റോളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പും ആ ഒരു കാര്യങ്ങളും കുറേയൊന്നും നടക്കുന്നില്ല. ഞാൻ കുറേയൊക്കെ പ്രതീക്ഷിച്ചു പോയി, പക്ഷെ കുറേയൊന്നും ഉണ്ടായിരുന്നില്ല. ഹൈപ്പ് ഡെഫിനറ്റ്ലി എന്നെ എഫക്റ്റ് ചെയ്തു. എൻ്റെ പേഴ്സണലി എനിക്ക് കുറേ എഫക്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ ഒരു ഓബിയസ്ലി ആദ്യം പറഞ്ഞ ആക്ഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കിതിൽ കുറേയൊക്കെ എൻഡിങ് ഒക്കെ കുറേയൊക്കെ സംഭവിച്ചില്ലാത്ത പോലെ തോന്നി. വലിയ ഒരു 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 ഇത് തോന്നി, ഒരു ഗുമ്മില്ലെന്ന് പറയില്ലേ, ഒരു ഗുമ്മുണ്ടായിരുന്നില്ല ഈ പടത്തിന്. കുറേ എൻഡിങ്ങിന്റെ മൊമെന്റിലൊക്കെ കുറേ ഡ്രാഗ്ഡ് ആയതുപോലെ തോന്നി. ഇവരിങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ പയ്യെ സംസാരം പറഞ്ഞ് ഒരു പോയിന്റിൽ ഇവർ ഭയങ്കര സംസാരം മാത്രമായിരുന്നു, ഒരു സൗണ്ടും ഇല്ല. അപ്പൊ തിയേറ്ററിലുള്ള ആൾക്കാർ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ആ ഒരു ടൈം എടുത്ത് കാണിക്കുന്ന മൊമെന്റ്സ് ഒക്കെ വളരെ ഡ്രാഗിങ് ആയിട്ട് തോന്നി. പിന്നെ പ്രത്യേകിച്ച് പറയാൻ വലിയ കഥയൊന്നും ഇവരുടെ കയ്യിൽ അധികം ഉണ്ടായിരുന്നില്ല. ലൈക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, ആ ഒരു കഥ എവിടെ നിർത്തിയോ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ, അങ്ങനെ അത് വേറെന്തോ ഒരു കഥ ഉണ്ടാക്കി വരിക, അങ്ങനെയൊന്നും വലിയതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ കൊഴിഞ്ഞുപോയ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ബേസിക്കലി. പിന്നെ ആസ് യൂഷ്വൽ ഡ്രാമയും പിന്നെ ഹൾക്കിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണമല്ലോ, അതായത് ഹൾക്കിന്റെ മൊമെന്റ്സ് വളരെ കുറച്ചുള്ളൂ. അത് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് ഇങ്ങോട്ട് തീർന്നു പോയി. അതാണ് ഹൾക്കിന്റെ മൊമെന്റ്. പിന്നെ നമ്മുടെ ജോൺ ബെർത്ത് പുള്ളിക്കാരൻ പണിഷറും സ്പൈഡർമാനും തമ്മിലുള്ള ആ ഒരു കോംബോ അടിപൊളിയായിരുന്നു. അവരുടെ കോമ്പിനേഷൻ നല്ലായിരുന്നു. ഒറിജിനലും ഇവർ നല്ല ഫ്രണ്ട്സാണ്. അത് ശരിക്കും കാണാനും പറ്റും. പിന്നെ ബേസിക്കലി എൻ ക്രെഡിറ്റ്സിന് ആകെ ഒരെണ്ണുള്ളൂ. അത് വെയിറ്റ് ചെയ്തൊന്ന് കണ്ടു വേണമെങ്കിൽ. അത് ഞാൻ പറയുന്നില്ല, സ്പോയിൽ ചെയ്യുന്നില്ല. ആ സ്പോയിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാമെന്നുള്ളൂ. ഒരു ക്രെഡിറ്റ് സീനുള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഇനി സ്പൈഡർമാൻ ഇനിയും കാണാൻ ഡെഫിനറ്റ്ലി താല്പര്യമുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് സ്പൈഡർമാൻ, എൻ്റെ ഫേവറേറ്റ് സൂപ്പർ ഹീറോ. നല്ല സിനിമകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. കുറേ പ്രാക്ടിക്കൽ എഫക്ട്സ് ഇവർ കുറേ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാണിക്കണ്ടായിരുന്നു. ബട്ട് ഇതെല്ലാം എനിക്ക് പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. ഓവറോൾ VFX ഒക്കെ അടിപൊളിയാണ്. വലിയ പ്രാക്ടിക്കലാണ് വിഷ്വൽ എഫക്റ്റ് ആണെന്ന് വലിയ വ്യത്യാസമൊന്നും എനിക്ക് മനസ്സിലായില്ല. ഓവറോൾ പടം നല്ല ഫണ്ണാണ്, വളരെ എൻജോയബിൾ ആണ്. അൾട്ടിമേറ്റ് ഒന്നും ഞാൻ പറയില്ല, ഏറ്റവും മികച്ച സ്പൈഡർമാൻ സിനിമയുമല്ല. ബട്ട് ഡെഫിനറ്റ്ലി ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു വളരെ ഫണ്ണായിട്ടുള്ള വളരെ നല്ല ആക്ഷനുള്ള കുറേ ആക്ഷൻ ഉണ്ട്. പിന്നെ ആ ഓർഗാനിക് വെബിങ് അത് കൊള്ളായിരുന്നു. സോ യാ, ഓവറോൾ ഇറ്റ്സ് എ ഫൺ മൂവി. സോ യാ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.